പാലായുടെ നഗരമാതാവ് അല്ലെ, നഗരമാതാവാണ്. ധൈര്യമായിട്ടും സംസാരിക്കാം. ധൈര്യക്കുറവിന്റെ ഒന്നും ഏകദേശം ഒരു 10-20,000-ഓളം ജനങ്ങളുടെ പ്രതിനിധിയാണ്. അച്ഛന്റെ സ്വാധീനം ഉണ്ടോ? അച്ഛനോട് ഒരിക്കലും പാർട്ടി അല്ലെങ്കിൽ വ്യക്തിനെ സംസാരിക്കാത്തില്ലാത്ത പോലെ അച്ഛന്റെ രാഷ്ട്രീയം ഒരിക്കലും എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷേ ജോസ് കെ മാണി ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഡുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വം. ചിരിക്കുന്ന മാണി സാറിനെ പോലെ അല്ലല്ലോ, വളരെ പ്ലീസിങ് ആയിട്ട് അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മേക്കപ്പ് ചെയ്യുമോ സംശയമായിരിക്കുന്നു. നമുക്ക് നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ജനങ്ങളോട് അത് നേരിട്ട് ഫേസ് ചെയ്ത് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് സാധിക്കാൻ പറ്റാത്തത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു നിലയിൽ ഞാനതൊരു കുറവായിട്ട് കാണുന്നു. അദ്ദേഹം അത് കുറവായിട്ട് കാണുന്നില്ലായിരിക്കാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂസ് അല്ലെങ്കിൽ പുള്ളി ഒരു ഐ തിങ്ക് ഇസ് എ ഗുഡ് ബിസിനസ് മാൻ. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഉറപ്പിച്ചു പറയുന്നു ജോസ് കെ മാണി പാലായിൽ നിന്ന് ജയിക്കത്തില്ല. അത് എന്റെ രാഷ്ട്രീയ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് റീച്ച് ആവുന്ന ഒരു വീഡിയോ ആണ്. പറഞ്ഞത് ഇനി 3 മാസം കഴിയുമ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ബിജുചേട്ടൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വെല്ലുവിളിക്കണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ 3 വാർഡുകളിൽ ജയിക്കാൻ പറ്റിയത് മാത്രമല്ല പറഞ്ഞു, പാലായിലെ പൾസ് അതാണ്. നിങ്ങൾ ഇറങ്ങി നോക്കിക്കോ. പിന്നെ സ്വാഭാവികമായിട്ടും അത്രത്തോളം പാലായുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ 24 മണിക്കൂർ ഒന്നാലും പാലാ 2 മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് അന്നും ഇന്നും വെക്കുന്നത്. പറയുന്ന കാര്യങ്ങളെ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാവൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. 1. രണ്ടാമത് കൂടെ ഉണ്ടാവും, കൂടപ്പുറപ്പായി. അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു. അല്ല, എനിക്ക് അറിയേണ്ട ഒരു വളരെ, അതായത് CPM ആണ് LDFന്റെ പ്രധാനപ്പെട്ട പാർട്ടി. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ലല്ലോ, ആർക്കും ഒരു ഡൗട്ടും ഇല്ല. 62ഓളം സീറ്റുകളുണ്ട്. എല്ലാ രീതിയിലും CPM ആണ് LDF മുന്നണിയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനം തന്നെ CPM ആണ്. പാലായിൽ അല്ലെങ്കിൽ കോട്ടയത്ത് CPM-നെ കേരള കോൺഗ്രസ് വിഴുങ്ങുവാണോ? തോന്നിയിട്ടുണ്ട്? അത് പല സന്ദർഭങ്ങളിലും എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുള്ളതുകൊണ്ടാണ്. 100% കറക്റ്റാണ്. വിഴുങ്ങുക എന്ന വാക്ക് എനിക്ക് പറ്റുമെന്ന് അറിയത്തില്ല. CPM-ന് ചിലപ്പം വേറെ ചിന്തകൾ കാണുമായിരിക്കാം. അല്ല, അത് സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണൽ ഇക്വേഷൻ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നോട് നേതാക്കന്മാരുടെ ഒരു നേതാവിന്റെ പേര് പറയുന്നില്ലെങ്കിലും അവർ പറഞ്ഞത്, അല്ല ഞാൻ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയാണല്ലോ. അത് പറഞ്ഞത് ജോസ് കെ മാണിയുടെ വോട്ടൊക്കെ കണക്കാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞു. വോട്ടൊക്കെ നമുക്ക് കിട്ടുന്ന കണക്കാണ്. പക്ഷേ ആ ഒരു ഫേസ് നമുക്ക് വേണം. CPM-ന് ഇങ്ങനെ തൊട്ടുകൂടാത്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ EMS-ന്റെ കാലം മുതൽ ഉള്ള ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണ് ക്രിസ്ത്യൻ സമുദായത്തിന്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖം നമുക്ക് ആവശ്യമുണ്ട്. വോട്ടൊക്കെ കണക്കാണ്, അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അതായിരിക്കും അവരുടെ പൊളിറ്റിക്സ്. മാത്രമല്ല, അദ്ദേഹം UDF-ലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ മെലിഞ്ഞ കേരള കോൺഗ്രസ് ആയിരിക്കും ജോസ് കെ മാണിയുടെ ഒപ്പം പോകുന്നത്. CPM-ന്റെ പൊളിറ്റിക്സ് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ വലിയൊരു വിഭാഗം CPM-നും ഇടതുപക്ഷ മുന്നണിയിൽ തുടരും. നേതൃത്വത്തിൽ പൂർണ്ണമായ കേരള കോൺഗ്രസ്. എനിക്ക് അതായത് സ്വാഭാവികമായിട്ടും വളരും തോറും പിളരുകയും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് മാത്രമല്ല അണികൾ ജോസ് കെ മാണി, കാരണം മാണിസാറിന്റെ ഒരു ലെഗസി കിടക്കുന്നത് കൊണ്ട് അല്ലേ അങ്ങ് പോവുകയല്ലേ? അല്ല, ഒരു വിഭാഗം നിങ്ങൾ പറയുന്ന ഒരു, പക്ഷെ ജോസ് കെ മാണിയുടെ പ്രവർത്തന ശൈലി ഇവരെ മുഴുവൻ ഓരോ ദിവസവും പാർട്ടിയിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എടുത്തു നോക്കൂ, മാണിസാറിന് ഉപദേശകരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിട്ടിരുന്ന ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ, യൂത്ത് വിഭാഗത്തിന്റെ എത്രയോ EM ജോയി അബ്രഹാം സാറ്, ജോയി നടുക്കര സാറ്, എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ. പാലായിൽ തന്നെ കാര്യം എടുത്തു നോക്കൂ. ജോസ് കെ മാണിയെ ഉപദേശിക്കാനായിട്ട് അല്ലെങ്കിൽ ശരിയായ പൊളിറ്റിക്സ് പറഞ്ഞു കൊടുക്കാൻ, പ്രാദേശിക ജനങ്ങളുടെ വികാരവും വിചാരം അറിയുന്ന ഒരു നേതാവ് കൂടെയില്ല, ഒരാൾ കൂടെയില്ല. അപ്പോൾ വൈകാരികമായി പ്രവർത്തിക്കുന്ന ഒരു നേതാക്കളെ വെച്ച് അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത്. മാണി സാറ് എന്തും കേൾക്കുമായിരുന്നു, ആര് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പഠിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയുള്ളായിരുന്നു, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിലപാടെടുക്കുകയും ഒന്നുമല്ലായിരുന്നു. പക്ഷെ എനിക്ക് മാണി സാറൊക്കെ തുറന്ന പുസ്തകമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹത്തിന്റെ ദേഷ്യവും സങ്കടവും അദ്ദേഹത്തിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ മരിച്ചപ്പോൾ മാണി സാറ് വന്ന് കണ്ണു നിറയുന്ന കണ്ടപ്പോഴൊക്കെ കൊച്ചു മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, രാജശേഖരൻ്റെ അഭിനയമായിരിക്കും ഇതെന്ന്. പക്ഷെ എനിക്ക് അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയപ്പോൾ വളരെ
മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് വരുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു. എത്രയോ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ നമ്മുടെ ഒരു സങ്കടം പറഞ്ഞാൽ ആ സങ്കടം മാണിസാറിന്റെ മുഖത്ത് വരുമായിരുന്നു. പക്ഷേ ജോസ് കെ മാണി ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഡുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വം. ചിരിക്കുന്ന മാണിസാറിനെ പോലെ അല്ലല്ലോ, വളരെ പ്ലീസിങ് ആയിട്ട് അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മേക്കപ്പ് ചെയ്യുമോ സംശയമായിരിക്കുന്ന അദ്ദേഹത്തിന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ അത് തെറ്റി. അത് രണ്ടും വളരെ വ്യത്യാസമാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ല, എനിക്കെതിരെ നടപടി എടുക്കുമ്പോഴും ചെയർമാൻ ആക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പത്രങ്ങളോട് വെച്ച് ക്ലിപ്പിംഗ് എല്ലായിടത്തും ഉണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ നിലപാടില്ല. CPM-ന്റെ ആര് വരണമെന്ന് CPM തീരുമാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് നേരിട്ട് ബോധ്യപ്പെട്ടു. പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് നേതാക്കന്മാരുടെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണേണ്ട സാഹചര്യം പോലും എനിക്കുണ്ടായി, മനസ്സോടെ അല്ലെങ്കിലും. വേറൊന്നുമല്ല, ഒരു ഘടകകക്ഷി നേതാവിനെ കാണുക എന്നുള്ള അദ്ദേഹത്തിന്റെ കാലെ പിടിക്കാനോ അദ്ദേഹത്തിന്റെ ഔദാര്യം പറ്റിയ സ്ഥാനം വേണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ നിലപാടെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മുന്നേ CPI നേതാവിനെ കണ്ട പോലെ NCP-ക്കാരെ കണ്ട പോലെ തന്നെ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം എത്രയോ സന്തോഷത്തോടെ മുഖത്ത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എന്നെ വിളിച്ചു പറയും, നിങ്ങൾ പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാണെന്ന്. അപ്പം അങ്ങനെ ഒരു ഡുവൽ പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തി ശൈലിയിലും ഉണ്ട്. അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത്, ഒരിക്കലും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി എനിക്ക് തോന്നുന്നു താമസിച്ച് രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രി ഒരു തീർച്ചയായും കാണും. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, മൈദാമാവ് വെച്ചാണ് പോസ്റ്റ് ഒട്ടിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അദ്ദേഹം മാണിസാറെന്ന് പറയുന്നത് എനിക്കറിയാം, ഇലക്ഷനൊക്കെ സംബന്ധിച്ച് മാണിസാറിൻ്റെ ഇലക്ഷനായിട്ട് ഞങ്ങൾ കൂടുമ്പോൾ ഈ മുറ്റത്ത്, നമ്മുടെ ഈ തറവാടിൻ്റെ ഈ മുറ്റത്ത് ഞങ്ങൾ നിരവധിയായ ഇലക്ഷൻ കമ്മിറ്റികളെ സംഘടിപ്പിക്കാറുണ്ട്. മാണിസാർ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞങ്ങൾ എത്രയോ മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. മാണിസാറിന് ഈ ജനങ്ങളുടെ പൾസ് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പക്കുറവായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയുടെ വൈകല്യമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ചാഞ്ചാട്ടമായിരിക്കാം, അദ്ദേഹത്തിന് ഒരിക്കലും ജനങ്ങളുമായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിനും കാരണം. അല്ലാതെ ആദ്യം മത്സരിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? 2003 മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3-ം സ്ഥാനത്താണ് പോയത്. അതെ, അന്ന് ഇസ്മായിലുമായിട്ട് എന്താ എനിക്ക് തോന്നുന്നു ചെറിയ വ്യത്യാസം, 260. അത് PC ജോർജിന്റെ എന്തോ ഒരു കളിയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. PC ജോർജിന്റെ ഒന്നുമില്ല, അന്ന് നമുക്കറിയാം. അത് ഈ പറയുന്ന 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. ഇത് തന്നെയാണ് വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് ഒരു ഇഷ്ടമില്ലായ്മ. ഇപ്പോഴും ജനങ്ങളോട് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴിവുകളെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അദ്ദേഹം ഹൈടെക് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്, വികസനത്തിനുള്ള ഐഡിയ ആയിട്ട് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു മരണ വീട്ടിൽ ചെന്നാൽ, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എങ്ങനെ ജനങ്ങളുമായിട്ട് ഇടപഴകണം, അദ്ദേഹത്തിൻ്റെ ചിരി പോലും ആർട്ടിഫിഷ്യലാണെന്നാണ് ജനം വിശ്വസിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം ആത്മാർത്ഥമായി ചിരിക്കുന്നതാകാം, പക്ഷേ അത് ആർട്ടിഫിഷ്യലായിട്ടാണ് ജനം കരുതുന്നത്. അദ്ദേഹത്തിന് ഇനിയും പാലായിൽ, ഞാനിപ്പോൾ പറയുന്നു, അദ്ദേഹം പാലായിൽ ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. അല്ലെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി മാറണം, അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകണം. അല്ലാതെ എന്തുകൊണ്ടാണ് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് 100% ഉറപ്പിച്ചു പറയുന്നു ജോസ് കെ മാണി പാലായിൽ നിന്ന് ജയിക്കത്തില്ല. അത് എന്റെ രാഷ്ട്രീയ ഇത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് റീച്ച് ആവുന്ന ഒരു വീഡിയോ ആണ്. അതെ, ഞാനത് പറഞ്ഞത്. ഇനി 3 മാസം കഴിയുമ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ബിജുചേട്ടൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നത് വെല്ലുവിളിക്കണോ? ഞാൻ അദ്ദേഹത്തെ തോപ്പിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം തോൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഒരു വ്യക്തി കൊണ്ട് ഒരാളെ തോപ്പിക്കാം. എന്റെ വലിപ്പം എനിക്കറിയാം. ഞാൻ 3 വാർഡുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ 3 വാർഡുകളിൽ ജയിക്കാൻ പറ്റിയത് മാത്രമല്ല പറഞ്ഞു, പാലായിലെ പൾസ് അതാ. നിങ്ങൾ ഇറങ്ങി നോക്കിക്കോ. പിന്നെ സ്വാഭാവികമായിട്ടും അത്രത്തോളം പാലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ 24 മണിക്കൂർ എന്നാലും അവിടുത്തെ ജനങ്ങൾ ഒരു ഓട്ടോറിക്ഷ കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ, നമ്മൾ സാധാരണക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ, ആ ജോസ് കെ മാണിയെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ പോലും പറയുന്നുണ്ട് കേട്ടോ. അത് അദ്ദേഹത്തിന്റെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സൈബർ സെല്ലിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള 3-4 അഡ്മിന്മാരെ പറ്റി, എന്തെങ്കിലും രാഷ്ട്രീയ ശത്രുക്കളെ പറ്റി അസഭ്യം പറഞ്ഞു വളരെ. പക്ഷെ അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞു പോലും കാണത്തില്ല. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നെഗറ്റീവ്. അദ്ദേഹത്തിന് വണ്ടിയെ കൊണ്ടു നടക്കുന്നവര്, ഒരു മരണ വീട്ടിലും കല്യാണ വീട്ടിലും ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് അദ്ദേഹത്തിന് വരുന്നു. അപ്പൊ ഇത് എന്ത് പൊളിറ്റിക്കൽ മാനേജ്മെന്റ് കൂടെ നടക്കുന്നവരാണോ നശിപ്പിക്കുന്നത്? കൂടെ നടക്കുന്ന ദിവസം ഒരു 10 തൊട്ട് ഏറ്റവും കുറഞ്ഞത് ഒരാൾ കൂടെ പോയെങ്കിൽ 10 തൊട്ട്, 5 പേര് പോയിട്ടുണ്ട് 50 തൊട്ട്. ഒരു തർക്കവും ഇല്ല. നിങ്ങൾ പരിശോധിച്ചു. ഞാനിത് പറയുന്ന ഒറ്റയാളെ ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ. ഒരു ജനപിന്തുണയുള്ള, ജനകീയനായിട്ടുള്ള
അല്ലെങ്കിൽ കാര്യങ്ങളെ രാഷ്ട്രീയമായി കാണുന്നവരെ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. അപ്പോൾ അദ്ദേഹം വഴിതെറ്റാൻ അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷെ രാഷ്ട്രീയത്തിൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് ലീഡറുടെ അവസാന കാലഘട്ടത്തിലൊക്കെ വളരെ അടുത്ത് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ മരണക്കിടക്കിൽ പോലും വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ബോധമുള്ള സമയത്തൊക്കെ അദ്ദേഹം ഒരു കേസുകാരൻ പറഞ്ഞാലും അത് കേൾക്കുമായിരുന്നു. അല്ലാതെ കേസുകാരനല്ലേ പറയുന്നത്, ചെറുപ്പക്കാരനല്ലേ പറയുന്നത്, അതല്ലായിരുന്നു. മാണി സാറും അതുപോലെ തന്നെയായിരുന്നു. ചിലപ്പം കൊച്ചു പിള്ളേർ ചോദിക്കുന്നതിലാണ് ചില കാര്യങ്ങൾ, ചില മീറ്റിങ്ങിലിരിക്കും നമ്മളോടൊന്ന് പഠിക്കുന്നത്. മാണി സാറ് ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം മരണ വീട്ടിൽ പോകാനായിട്ട് ലാൻഡ് ഫോൺ വീട്ടിലേക്ക് വിളിച്ചു പറയും. അച്ഛനോട് പറയും റീത്ത് വാങ്ങിച്ചു വെക്കണം എന്ന് പറയും. ഞങ്ങൾ റീത്ത് വാങ്ങിച്ച് ബൈക്കിൽ പോയി റീത്തൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് മാണി സാറിൻ്റെ കൂടെ റീത്ത് വെക്കാൻ പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് അന്ന് ഇന്നത്തെ പോലെ വഴികളൊന്നും ഇല്ലല്ലോ. നടക്കുമ്പോൾ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു, ഇത് മുഴുവൻ അദ്ദേഹം മനസ്സിലാക്കും. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവരുമായിട്ട് പെരുമാറുന്നത്, അതൊക്കെ നമുക്ക് വലിയ ഒരു അവരുടെ ദുഃഖത്തിൽ അത് ആർട്ടിഫിഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആർട്ടിഫിഷ്യലായിട്ടൊന്നും അല്ലായിരുന്നു. ഇത്രത്തോളം രാഷ്ട്രീയത്തിൽ നിന്നതിന്റെ ഒരു പ്രവൃത്തി പരിചയത്തിന്റെ ഒരു ഗുണം കൂടി ജനങ്ങളല്ലേ വേണ്ടത്. ഒരു രാഷ്ട്രീയക്കാരനെ അവന്റെ ജനങ്ങളോട് എങ്ങനെ ഇടപഴകണം അവന്റെ പ്രവർത്തനത്തിന്റെ അളവുകോലെന്ന് പറയുന്നത് ജനപിന്തുണ തന്നെ. തീർച്ചയായിട്ടും, ഒരു സംശയം. അല്ലാതെ അതിൻ്റെ അകത്ത് മറ്റു മാനദണ്ഡങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് അപ്പം സ്വാഭാവികമായിട്ടും കുറെ നേരിട്ടിരുന്ന് മടുത്തോ? ഇല്ല, ഞാനത് കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാണി സാറുമായിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ദിയയ്ക്ക് പങ്കുവെക്കാനുണ്ടോ? എന്റെ ഗ്രാൻഡ് ഫാദർ ഒത്തിരി വർഷങ്ങളായിട്ട് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഗ്രാൻഡ് ഫാദറും മാണി സാറുമായിട്ട് ഒത്തിരി വർഷത്തെ ആത്മബന്ധമായിരുന്നു. അപ്പോൾ ഈ വഴി തെക്കേക്കരയ്ക്ക് വന്നാൽ വീട്ടിൽ കയറാതെ ഒരിക്കലും പോവില്ലായിരുന്നു. ആ ഒരു എപ്പോഴും വീട്ടിൽ വരുന്ന ഒരു ഓർമ്മയാട്ടോ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഒത്തിരി എപ്പോഴും ആദ്യമായിട്ട് കണ്ടത് ഓർക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യരാ, ഒരു സംശയം വേണ്ട അതിനകത്ത്. പക്ഷെ എനിക്ക് കേരള രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ വഴിതിരിച്ചു വരണോ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറണോ ഇങ്ങോട്ട് മാറണോ എന്നൊക്കെ തീരുമാനിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു സംശയം വേണ്ട അതിനകത്ത്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്ന ഒരു, അതും അവര് എപ്പോഴും വീട്ടിൽ വരിക എന്ന് പറയുന്നത് അതും ചെറിയൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പത്തേക്കും ഒരു അങ്കിൾ എന്നുള്ള ഒരു നിലയിലേക്ക് ആ ബന്ധം എന്റെ മനസ്സിൽ അതായി കഴിഞ്ഞല്ലോ. ഉറപ്പായിട്ടും പിന്നെ ഒത്തിരി നമ്മള് ഓരോ ഫംഗ്ഷൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ കാണും. പക്ഷെ എന്റെ ഐ തിങ്ക് ഏറ്റവും ഏർലിയസ്റ്റ് മെമ്മറി വീട്ടിൽ വരുന്ന അസിസ്റ്റന്റായിട്ട് സംസാരിക്കുന്ന ഇത് തന്നെയായിരിക്കും. അല്ല, എന്തെങ്കിലും നേരിട്ട് സംസാരിക്കുകയോ മോസ്റ്റ് അബൌട്ട് ഹിം ഈസ് ഹിസ് സ്മൈൽ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ഏത് റൂമിൽ കയറി ചെന്നാലും ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്മൈലാണ്. അതിപ്പം എവിടെ കയറി നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പുള്ളിയെ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഡേ തന്നെ ബ്രൈറ്റർ ആവാണ്. അതാണ് എനിക്കുള്ളൊരു മെമ്മറി ആയിട്ട് പറയാൻ ഓർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ജോസ് കെ മാണി സ്വാഭാവികമായിട്ടും അച്ഛനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദിയ എങ്ങനെയാണ് ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നത്? എങ്ങനെയാണ് വ്യക്തി? നമുക്ക് പിന്നീട് വ്യക്തി എന്നുള്ളത് നമുക്ക് വരാം. രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ, ഒരു കേരള കോൺഗ്രസ് എം പോലെ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി, വേണമെങ്കിൽ ഒരു 5-മത്തെയോ 6-മത്തെയോ പാർട്ടി എന്ന് പറയാം, അല്ലെ ഏറ്റവും വലിയൊരു 5-മത്തെയോ, ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ താഴെയായി പോയെങ്കിൽ പോലും ഒരു 4-5-മത്തെയോ പാർട്ടി എന്ന രീതിയിൽ പറയാവുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു പൊളിറ്റീഷ്യൻ, അത്രയും വലിയൊരു പൊളിറ്റീഷ്യനോടാണ് മല്ലയുദ്ധത്തിൽ അച്ഛൻ ജയിച്ചത്. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട്. അപ്പോൾ അച്ഛനുമായിട്ട് അത്ര എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും വലിയൊരു വ്യക്തിത്വമാണെന്നുള്ളൊരു ഒരു വലിയൊരു ബിഗ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് നോക്കിയിരുന്നത്? ഞാൻ എപ്പോഴും പൊളിറ്റീഷ്യൻസിനെ ഒരു ഗോഡ് ലെവലിൽ കാണാൻ ശ്രമിക്കാറില്ല. എല്ലാരെയും ഞാനാണെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ അവര് മനുഷ്യരാണ്. അതിപ്പോ ക്രിക്കറ്റ്, ഏത് സെലിബ്രിറ്റീസിനെ അവരെല്ലാം നമ്മള് ഒരു ഹ്യൂമൻ ലെവലിൽ അവരെ കണ്ടാലേ നമുക്ക് അവരുടെ ഫ്ലോസ് കണ്ടെത്താൻ പറ്റുള്ളൂ, അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജോസ് കെ മണി എന്നുള്ളൊരു വ്യക്തിക്കാണെങ്കിലും ഒത്തിരി എന്താ പറയുന്നത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫ്ലോസ് പുള്ളിയിൽ ഉണ്ട്. ഇപ്പം പുള്ളിയുടെ ഒത്തിരി ബിലീഫ്സ് ആയിട്ട് ഞാൻ അലൈൻ ചെയ്യുന്നില്ലായിരിക്കാം, എന്നല്ല അങ്ങനെയൊക്കെയാണ് ഞാൻ പുള്ളിയെ കാണുന്നത്. പിന്നെ ഒരു ജനങ്ങളുടെ പേരിൽ പുള്ളിയുടെ ഒരു ജനസ്വീകാര്യത കുറവാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പം എന്താ പറയുക, മനസ്സിലാക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് വെച്ച് മാത്രമാണോ, അതോ അച്ഛന്റെ സ്വാധീനം അതിന്റെ അകത്തുണ്ടോ?
അതൊരു വലിയ ക്വസ്റ്റ്യൻ. അച്ഛന്റെ സ്വാധീനം ഉണ്ടോ? അച്ഛനോട് ഒരിക്കലും പാർട്ടി അല്ലെങ്കിൽ വ്യക്തിനെ സംസാരിക്കാത്തില്ലാത്ത പോലെ അച്ഛന്റെ രാഷ്ട്രീയം ഒരിക്കലും എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അച്ഛൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്, എനിക്ക് എന്റേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. മേ ബി ഇവരുടെ ജനറേഷൻ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിരിക്കാം, ഞങ്ങളുടെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം. അപ്പൊ അതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഏറ്റവും വലിയ എന്ത് ചോദ്യത്തിന് ഉത്തരവും അല്ലെങ്കിൽ നമുക്ക് ഒരു ജനങ്ങൾക്ക് ഏറ്റവും പ്രതികരിക്കാൻ കഴിയുന്നത് അവരുടെ വോട്ടിലൂടെയാണ്. അത് അവരത് മനസ്സിലാക്കിയിട്ടുമുണ്ട്, അവരത് പ്രതികരിച്ചിട്ടുമുണ്ട്, അതിനുള്ള മാറ്റങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പവർ നമ്മളത് ഡെമോക്രാറ്റിക് എന്ന് മറന്നു പോകുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ടിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അടുത്തൊരു ഇലക്ഷൻ റിസൾട്ടിനെ കാണാം. അപ്പം എനിക്കൊരു തോന്നുന്നത് ഏതൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ തെറ്റുകുറ്റങ്ങൾ പറ്റാം. കാരണം അവരെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. മനുഷ്യനല്ലേ. പക്ഷെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതവിടെ തിരുത്താനും അതൊരു തെറ്റാണെന്ന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം ഒരു പൊളിറ്റീഷ്യൻ. അങ്ങനെ അല്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഒരാൾക്ക് വേണ്ടി ഞാൻ സ്വാഭാവികമായിട്ടും സംസാരിക്കാം. പാലായുടെ നഗരമാതാവ് അല്ലെ, നഗരമാതാവാണ്, ധൈര്യമായിട്ടും സംസാരിക്കാം. ധൈര്യക്കുറവിന്റെ ഒന്നും ഏകദേശം ഒരു 10-20,000-ഓളം ജനങ്ങളുടെ പ്രതിനിധിയാണ് അല്ലെ. 18,000-ഓളം ആണെന്ന് തോന്നുന്നു. അതിന് മുകളിലുണ്ട്. 20,000 അല്ല, പോപ്പുലേഷൻ ഉണ്ട്. 20,000 പ്ലസ് ആണ് വോട്ടർ അല്ലെ. 20,000 പ്ലസ് ആണ് വോട്ടർ. അപ്പൊ ഏകദേശം ഒരു 40-40,000-ഓളം പേരുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരിക്കലും ഒരാളെ ഒരു ഇതായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ നമ്മളാണെങ്കിൽ ഇപ്പം മിസ്റ്റേക്ക് പറ്റിയാല് ഞാൻ പിടിക്കുന്ന ഇതിന് 10-9 പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മിസ്റ്റേക്സ്, പക്ഷെ അതവിടെ ഒരു തെറ്റ് തിരുത്തിയാൽ അക്സെപ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നതിന് പകരം ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇപ്പൊ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി നടക്കുന്നത് അതൊരു എന്താ പറയുന്നത്, അതൊരു പൊളിറ്റീഷ്യൻ ചേർന്നൊരു നിലപാടായിട്ട് കാണുന്നില്ലേ. നമ്മളെപ്പോഴും എന്താണേലും നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശരിയാണെങ്കിലും നമ്മൾ ജനങ്ങളോട് അത് നേരിട്ട് ഫേസ് ചെയ്ത് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് സാധിക്കാൻ പറ്റാത്തത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു നിലയിൽ ഞാനിതൊരു കുറവായിട്ട് കാണുന്നു. അദ്ദേഹം അത് കുറവായിട്ട് കാണുന്നില്ലായിരിക്കാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂസ് അല്ലെങ്കിൽ പുള്ളി ഒരു ഐ തിങ്ക് ഈസ് എ ഗുഡ് ബിസിനസ് മാൻ. ഐ തിങ്ക് ഒത്തിരി ക്യാരക്ടേഴ്സ് ഒരുപാട് ബിസിനസ് ഉണ്ടല്ലേ ഉണ്ടെന്നാണ് ഞാനും കേട്ടിട്ടുണ്ട്. ബ്രസീലിലൊക്കെ അപ്പം ഹി മേ ബി ഗുഡ് ബിസിനസ് മാൻ അല്ലെങ്കിൽ അയാളുടെ വളരെ ഒരു പേഴ്സണലി നല്ല വ്യക്തിയായിരിക്കാം. ബട്ട് ഞാനിപ്പോ പൊളിറ്റിക്സിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ മാണി സാറിന് ജനങ്ങളോടുണ്ടായിരുന്ന ഒരു ആത്മബന്ധം നമുക്ക് ഏറ്റവും ഒരു പൊളിറ്റീഷ്യൻ ഐ തിങ്ക് മുതൽക്കൂട്ടായിട്ടുള്ളത് അവർക്ക് ജനങ്ങളോടുള്ള ബന്ധം. അവരുടെ നാട്ടിൽ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ. ഇപ്പൊ അച്ഛനിപ്പോ 3 വാർഡിൽ വന്നിന്ന് മത്സരിച്ചു ജയിച്ചു. പക്ഷെ അച്ഛന് ബാക്കിയുള്ള വാർഡുകളിലും പാലായിൽ ഇപ്പൊ ഒരു കടയിൽ ചെന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാലോ ആൾക്കാരോടുള്ള ബന്ധം അതിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണല്ലോ. ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റണം. അത് എനിക്ക് തോന്നുന്നു ജനങ്ങളുമായിട്ട് കഴിയില്ല, ഒരു ഷോർട്ട് കട്ട്സ് ഇല്ല. അപ്പം ഷോർട്ട് കട്ട്സ് ഉണ്ട്, പക്ഷെ ആ ഷോർട്ട് അതാണ് ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വിൽ ബി വെരി ഷോർട്ട് ലിവ്ഡ്. അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ യു ഹാവ് ടു വർക്ക് വിത്ത് പീപ്പിൾ. തീർച്ചയായിട്ടും അതിനുള്ള തെളിവാണ് മാണി സാറ്. 52 വർഷമാണ് ഒരു അല്ലെ, അത് ചെറിയൊരു കാര്യമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ എത്രയോ വിയോജിപ്പുകൾ വന്നവരെ പോലും തോളത്ത് തട്ടിച്ച വ്യക്തിയാണ്. മോള് എക്സാമ്പിൾ പറഞ്ഞില്ല, വീട്ടില് എന്റെ പിതാവിനെ കാണാൻ വരുന്നത്. അത് മാണി സാറ് ഈ പാലം കടന്ന് നമ്മുടെ ഈ പ്രദേശത്തേക്ക് വന്നാല് വീട്ടിൽ വരാതെ പോകത്തില്ല. അത് അച്ഛൻ അസുഖമായിട്ടിരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും എത്ര 18 വർഷം അച്ഛൻ അസുഖബാധിതനായിരുന്നു. അതില് ഏകദേശം ഒരു 15 ദിവസം വീട്ടിലും 15 ദിവസം ഹോസ്പിറ്റലിൽ, 30 ദിവസമേ ഫുള്ളി ബെഡഡ് ആയുള്ളൂ. ബാക്കിയെല്ലാം 80-ല്. അപ്പം ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിയൊരു വിഷയം ഉണ്ടായി. ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നത് അപ്പുറം ഇവിടെ ആയിട്ട് നമ്മൾ അപ്പം ഈ കോമ്പൗണ്ടിൽ ഞാനൊരു വലിയ ഇലക്ഷൻ കൺവെൻഷൻ നടത്തി ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ ഫൈറ്റ് ഉള്ളപ്പോഴും മുന്നണി താല്പര്യത്തിന്റെ രീതിയിൽ. അപ്പോൾ അദ്ദേഹം വിളിച്ചവരോട് പറഞ്ഞു, ഞാനവിടെ വന്നിട്ട് എനിക്ക് വേറെ തിരക്കുണ്ട്, വന്നിട്ട് ഉടനെ പോകും കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ലേ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആൾക്കൂട്ടം കണ്ട്, ഈ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് വിളിച്ചു ചേർത്ത ആൾക്കൂട്ടം കണ്ട് അദ്ദേഹം 2 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു. ശരിക്കും ചെലവഴിച്ചു. അച്ഛൻ കിടക്കുക വീട്ടില് ഫുള്ള് മേലാതെ. ഇത് 2000
മരിക്കുന്ന വർഷം 2021. അല്ല, അച്ഛൻ മരിക്കുന്ന 21. മാണി സാർ ജോസ് കെ മാണി ഈ ഇലക്ഷൻ റിസൾട്ടിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ റിസൾട്ട് വന്ന് 3-ാം ദിവസമാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ ആ തെരഞ്ഞെടുപ്പില് അപ്പോൾ ഇവിടെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പോലും വന്നില്ല. അച്ഛനെ ജോസ് കെ മാണി കണ്ടില്ലെന്ന് ഓർത്തുകൊണ്ട് ഒന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കരുത്. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നപ്പം അമ്മ എന്നോട് ചോദിച്ചു, ജോമോൻ എന്നാ വിളിച്ച്, എടാ ജോമോൻ വന്നില്ലല്ലോ, കേറിയില്ലോ, ജോമോൻ അച്ഛനെ ചോദിച്ചായിരുന്നോ? അച്ഛയെന്ന് പറഞ്ഞു. അച്ഛയോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അന്വേഷിച്ചായിരുന്നു, തിരക്കുള്ളതുകൊണ്ടാണ്, പിന്നെ വരും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു വാക്ക് എന്നോടോ എൻ്റെ സഹോദരനോടോ അല്ലെങ്കിൽ ചോദിച്ചില്ല. ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പം തിരിയുന്ന എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ അമ്മയോട് അന്ന് കള്ളം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എന്നും അമ്മയുടെയൊക്കെ മനസ്സിൽ മാണി സാറിൻ്റെ ഒരു രൂപമുണ്ട്. അവർക്ക് രാഷ്ട്രീയത്തിലുപരി മാണി സാറിൻ്റെ മകനെ അവർ കാണുന്നത് നമുക്കറിയാം. നമ്മൾ ഇപ്പം മോളെ കാണുന്ന പോലെയല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളെ ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകില്ല. ജോസ് കെ മാണിക്ക് അതിൻ്റെ പേരിലൊരു ദൈവത്തിൻ്റെ നോട്ടത്തിൽ പോലും ഒരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മോട് പോലും ഒന്ന് നുണ പറഞ്ഞു. ഇപ്പോഴും അമ്മയ്ക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ തമ്മിൽ കമ്പയർ ചെയ്താണ്. ഞങ്ങളുടെ കെട്ടിടത്തിലാണ് മാണി സാറിന് ആദ്യമായി ഓഫീസ് കൊടുക്കുന്നത്. ഇത് പാലത്തിനിക്കരെ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, മോസ്കോ എന്ന് പറഞ്ഞാൽ മാണി സാറിൻ്റെ ഓഫീസ് പോലും കിട്ടത്തില്ല. ആ വൈരാഗ്യത്തിൽ ഞങ്ങൾക്ക് റേഷൻ്റെ ഹോൾസെയിൽ ഉണ്ടായിരുന്നു, മറ്റു പല ബിസിനസ്സും ഉണ്ടായിരുന്നു. നിരവധിയായ തവണ ഞങ്ങളെ ഉപദ്രവിച്ചു. അത് പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പ് കൊണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും മാണി സാറിന് വേണ്ടി ഞങ്ങൾ നിന്നതാണ്. മാണി സാറിന് എനിക്ക് നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ കേരള രാഷ്ട്രീയത്തിലെ അതികായനായ മാണി സാറ് തുറന്ന ജീപ്പിൽ ഇലക്ഷൻ പ്രചരണവുമായിട്ട് വന്നപ്പോൾ ഈ മോസ്കോയിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഉടുമുണ്ട് അഴിച്ച പ്രദേശവിടെ സാക്ഷാൽ മാണി സാറിന് 52 വർഷമായി പാലായുടെ കിരീടം വെക്കാത്ത രാജാവ് വരുന്ന മാണി സാർ. ആ ഇലക്ഷൻ മാണി സാർ ജയിക്കുന്നത് 15,000-20,000 വോട്ടിന് ജയിക്കുന്ന ഇലക്ഷനെ സംഭവിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രദേശത്തിൽ എനിക്ക് തോന്നുന്നത് CK ജീവനുമായിട്ട് മത്സരിക്കുന്ന സമയത്താണ് എന്റെ ഓർമ്മ. അപ്പോൾ 2006 കാലഘട്ടമാണെന്ന് തോന്നുന്നു. 2006 മരിച്ചുപോയി നമ്മുടെ ഉഴവൂർ വിജയൻ. അതിന് മുമ്പാണെന്ന് എന്റെ ഓർമ്മ. അതായത് അത് ഞാൻ കാര്യം പറയാം, സംഭവം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നു. EMSന്റെ പ്രസംഗം അന്ന് അദ്ദേഹത്തിന് എല്ലാ കോർണർ മീറ്റിങ്ങിലും പോകാൻ പറ്റത്തില്ല. കാസറ്റില് CD പ്ലെയർ ഒന്നും ആയിട്ടില്ല. കാസറ്റില് കോർണർ മീറ്റിങ്ങുകൾ ഇടതുപക്ഷ മുന്നേ സംഘടിപ്പിച്ച് EMSന്റെ പ്രസംഗം വിടുമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നില്ലായിരിക്കാം. ആ പ്രസംഗം കേട്ട്, അത് ഒരു കോർണർ മീറ്റിംഗ് എന്നല്ല, ഒരു പൊതുസമ്മേളനത്തിന്റെ ആൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു EMSന്റെ പ്രസംഗം കാസറ്റിലൂടെ കേൾക്കാൻ. അപ്പൊ ആ ആൾക്കൂട്ടത്തിൽ പ്രചരണ വാഹനം കടന്ന് തുറന്ന ജീപ്പിൽ മാണി സാറ് ഇലക്ഷൻ പ്രചരണം കടന്നു പോയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തില്ല എന്നുള്ള റീസണാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പേരിലാണ് വണ്ടി തടഞ്ഞു നിർത്തി മാണി സാറിനെ വലിച്ചിറക്കിയപ്പം അദ്ദേഹത്തിന്റെ കാല് ചവിട്ടിയാണെങ്കിൽ വലിച്ചു പറിച്ചതായിരിക്കാം. ഉടുമുണ്ട് പൂർണ്ണമായി അഴിഞ്ഞ് മാണി സാറ് ജുബായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ കുഞ്ഞു മനസ്സിലുണ്ട്. അപ്പൊ ആ പ്രദേശം ഞങ്ങൾ അങ്ങനെ നിരവധിയായ പീഡനങ്ങൾ മാണി സാറിന്റെ കൂടെ നിന്നതിന് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെന്നല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എത്രത്തോളം. അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ വളരെ ഇത് പറഞ്ഞു. ഞാൻ 2005 ഈ കോട്ടയം ആദ്യമായി പൊളിക്കുന്നത്. അതുവരെ ഇടതുപക്ഷ അവിടെ സീറ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു ടാസ്ക്. അവിടുത്തെ പ്രവർത്തകർക്ക് സീറ്റ് കിട്ടിയാൽ പിന്നെ ജയിച്ചു. വേറെ ഒന്നുമില്ല. 700 വോട്ടിനൊക്കെയാ ജയിക്കുന്നത്. അതെ, അവിടെ നിന്നാണ് ഞാനന്ന് 393 വോട്ടിന് ജയിച്ച് എതിരാളിക്ക് ആദ്യം 2005 ഇലക്ഷൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ. കോൺഗ്രസ് ഇവിടെ ഇല്ലെന്ന് ഇന്ന് കോൺഗ്രസ് എല്ലാരും മീഡിയ ഒക്കെ പ്രചരിപ്പിക്കുന്ന പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഞാനത് ചോദ്യത്തിലേക്ക് കൊണ്ടുവരണം ഓർത്താ. കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല. അത് പരോക്ഷമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു ബിനുചേട്ടൻ എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു സംസാരം. അത് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞാല്, നിങ്ങളൊരു 3 ടേം പുറകോട്ട് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുക്കണം. ഈ 2020 ഇലക്ഷന് ആകെ പോൾ ചെയ്ത വോട്ടിന് 91% വോട്ടും എനിക്കായിരുന്നു. 91%. അതായത് 31 വോട്ട് കോൺഗ്രസിന്, 62 വോട്ട് BJPക്ക്,
ഇതായിരുന്നു ആകെയുള്ളത്. ബാക്കി ഫുൾ വോട്ട് 490 വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷം എനിക്കായിരുന്നു ഈ കഴിഞ്ഞ അവിടെയാണ് മോളിൽ ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് ഇപ്രാവശ്യം എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടി? എനിക്ക് 96 ബി ജെ പി നന്നായിട്ട് വോട്ട് പിടിച്ചു. പിന്നെ വേറൊരു കുപ്രചരണം കൂടെ ഉണ്ടായിരുന്നു, ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ബി ജെ പി 9 സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ഏറ്റവും ശക്തമായ പ്രചരണം നടത്തി വോട്ട് പിടിക്കുന്നത് ഞങ്ങളുടെ ഈ 3 വാർഡിൽ. തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തകൾ വരുന്നതാണ് പറഞ്ഞത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവർക്ക് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. അപ്പോൾ വളരെ അതല്ല, എനിക്ക് ഈ ആരോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് അന്നും പറഞ്ഞു. നിങ്ങൾ ഇതിന് ഇലക്ഷന് മുമ്പുള്ള ക്ലിപ്പിംഗ് എടുത്ത് നോക്കണം. ഈ ചോദ്യം അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ്, ആരും പിന്തുണ തരാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാനുള്ള രാഷ്ട്രീയ മണ്ഡലത്തിൽ നമുക്കില്ല. പക്ഷെ ഒരു മുന്നണിയുടെ ഭാഗമല്ല, അല്ല സമദൂരമല്ല, മുന്നണിയുടെ ഭാഗമല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് സമദൂരം. LDF സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ സ്റ്റേറ്റ് ഫൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം അത് മാത്രമല്ല, UDF പിന്തുണ ഞങ്ങൾക്കാന്ന് MLA പറഞ്ഞത് പൊളിറ്റിക്കലി അത് ക്ഷീണം ചെയ്തു. എന്നുവെച്ചാൽ 3ഉം 4ഉം ബ്രാഞ്ച് കമ്മിറ്റി ഒരു വാർഡിലുള്ള ഇപ്പോഴും ശക്തമായ പാർട്ടിയാണ് CPM. ആ CPM പ്രവർത്തകരുടെ വീടുകളിലെ വോട്ടുകൾ കിട്ടിയാലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതാണ് രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ UDF സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞ് ഞാൻ സൈഡ് ലൈൻ ചെയ്ത് പോവുക. UDF കിട്ടുന്ന വോട്ട് 31. അപ്പം അതെനിക്ക് ശരിക്കും രാഷ്ട്രീയപരമായി എത്തിക്കാൻ. അപ്പൊ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാണ് ഉണ്ടായത്. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ, ഇപ്പൊ പാലാ വിട്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മാറി നിന്ന് ഉപേക്ഷിക്കുമ്പോൾ നോക്കും, ഇത് സ്ഥാനാർത്ഥി അവിടെ നിർത്തിയില്ലല്ലോ, സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണെന്നുള്ള ഒരു വസ്തുത ആർക്കറിയാം? ഈ 3 ടൈം ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം മാത്രമല്ല, അതിനു മുമ്പും എല്ലാം തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് 50 വോട്ട് താഴെ UDF സ്ഥാനാർത്ഥി ഇവിടെ നേടിയിട്ടില്ല. 50 വോട്ടില്ലേ, 31 വോട്ടാണ് കിട്ടുന്നത്. പറഞ്ഞത് ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നാൽ കിട്ടുന്ന വോട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ തവണ CPM-ന്റെ വോട്ടുകൾ മുഴുവൻ നമ്മുടെ വീട്ടിലോട്ട് വീണു. CPM-ന്റെ വോട്ട് കിട്ടാതെ ഈ 3 വാർഡിൽ ജയിക്കാൻ പറ്റത്തില്ല. CPM-ന്റെ വോട്ട് കിട്ടാതെ ഞാൻ പറഞ്ഞ അനുഭാവികളുടെ പാർട്ടി മെമ്പർമാരുടെ വോട്ടുകൾ പോലും കിട്ടാതെ ഇവിടുന്ന് ജയിക്കാൻ പറ്റത്തില്ല. അതാണ് സാഹചര്യം. അത്രയ്ക്ക് പാർട്ടി സ്ട്രോങ് ആണ്. പാർട്ടി മെമ്പർമാര് ഇവിടെ നിന്നുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാരാ? അതായത് ഈ മോസ്കോ എന്ന് പറയുന്ന ഈ 3 വാർഡിലെ ഏറ്റവും ഇവിടുന്ന് 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരാണ് ഏരിയ കമ്മിറ്റി അംഗം? ഒന്ന് ഒരു KK ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫാണ് മോക്കെതിരെ മത്സരിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവാണ്. പിന്നെ വേറൊരു ഷാർലി മാത്യു എന്ന് പറഞ്ഞ് ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുണ്ട്. പിന്നെ അദ്ദേഹമൊക്കെയാണ് നമുക്ക് ഐശ്വര്യം, മറ്റേ ചക്കുളത്തമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾക്ക് ഗുണകരമായത്. ഈ പറയുന്ന പോലെ ജനങ്ങളുമായിട്ട് ഇടപഴകാതെ നിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് അത് രാഷ്ട്രീയം കേട്ടോ, അത് ഗുണകരമാണ്. ഞാൻ കൊച്ചാക്കി പറഞ്ഞതല്ല, ഞങ്ങൾക്ക് അതൊക്കെ ഗുണകരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയൊക്കെ. ഞാൻ പറഞ്ഞത് അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്രാവശ്യമാണെങ്കിലും വളരെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ, മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് അത് ഓർത്തെടുക്കാൻ പറ്റുന്നത്? അത് ദിയ പറയട്ടെ അല്ലേ? മോക്കറിയത്തില്ലായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും മോക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദിയയുടെ ഈ പ്രവർത്തനമൊക്കെ ആരാണ് അപ്പൊ ക്രോഡീകരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഫുള്ള് കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആരായിരുന്നു? ഞാനാണ് ഈ 3 വാർഡിലും കോർഡിനേറ്റ് ചെയ്തത്. ഞാൻ ഈ 3 വാർഡിലും ജയിച്ചിട്ടുണ്ട്. ഞാൻ 2005 ജയിച്ച വാർഡിലാണ് ഇപ്രാവശ്യം ഞാൻ ജയിക്കുന്നത്. ഞാൻ 2010-ലും 2020-ലും ജയിച്ച വാർഡിലാണ് മോള് മത്സരിച്ചത്. ഞാൻ 2015 ജയിച്ച വാർഡിലാണ് എന്റെ സഹോദരൻ തോറ്റിട്ടില്ല. ഞാൻ 5 ടൈമായിട്ട് ഞാൻ ഈ 3 വാർഡും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 3 വാർഡിലെയും ഏകദേശം 3500 നമ്പർ എന്റെ ഫോണിലുണ്ട്. എത്ര പ്രാവശ്യം ഫോൺ മാറിയാലും എന്നുവെച്ചാൽ അവരെ എനിക്ക് നേരിട്ട് ഒരു വീട്ടിലെ ഫോൺ നമ്പർ എത്രയാണെന്ന് ചോദിക്കേണ്ട സാഹചര്യം എനിക്കില്ല. ഞാനത് സേവ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമ നമ്പർ ആണ് ആദ്യമേ. അതായത് 111 എന്നടിച്ച് 111 പ്രിന്റ് ചെയ്യുമ്പോൾ ആളുടെ പേരും വീട്ടുപേരും ഉൾപ്പെടെ എന്റെ ഫോൺ. പിന്നെ ഷുവർ, ഞാൻ പറഞ്ഞു അത് വാർഡ് തിരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതൊരു വലിയൊരു സംഭവം. ഇപ്പൊ ഇത് കണ്ടോ, ഒരു എക്സാമ്പിള് ഇങ്ങോട്ട് ഈ ക്യാമറയിലോട്ട് കാണിച്ചാൽ മതി. ഇത് കാണിച്ചാൽ മതി. ഇത് സൂം ക്യാമറ. ഇത് കണ്ടോ, ഇത് 112 എക്സാമ്പിള്. ബ്രാക്കറ്റ് വാർഡ് നമ്പറാണ് 14. അത്രത്തോളം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണിത്. 112 14 എന്ന് കണ്ടോ, അതിൻ്റെ ആളുടെ പേര്. 15 ആണെങ്കിൽ 112 15.
13 112 13 3500 ഈ വാർഡിലെ മാത്രം ആൾക്കാരുടെ, അത് ഒരു വീട്ടിലെ ഒരാളുടെ അല്ല, എല്ലാവരുടെയും ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എല്ലാവരുമായിട്ടും വ്യക്തിബന്ധം ഒരു തവണയെങ്കിലും ഈ 3500 വിളിച്ചിട്ടുണ്ട് 100%. അതിലുപരി മുനിസിപ്പാലിറ്റി നേരിട്ട് ചെല്ലണ്ടാത്ത ഒരു കാര്യത്തിനും എൻ്റെ വാർഡിലുള്ളവരെ മുനിസിപ്പാലിറ്റി ചെല്ലണ്ട. ഈ വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ തന്നാൽ മതി. അത് കരമടയ്ക്കുന്നതായിക്കോട്ടെ, ഏത് കാര്യത്തിനും അവർക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിക്കോട്ടെ, ഇപ്പം പെൻഷൻ മസ്റ്ററിങ് നടത്തണം, ഒന്നും മുനിസിപ്പാലിറ്റി വരണ്ട, ഞാനത് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ലേ, അത്രേ ഉള്ളൂ. ജനത്തോടൊപ്പം ആര് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ വാർഡിൻ്റെയൊക്കെ മോളുടെ വാർഡിൻ്റെയൊക്കെ ദൂരെ നിന്ന് 100-150 രൂപ ഓട്ടക്കൂലിയാവും. ഇതുമായിട്ട് പ്രായവരെ 2ാം നില കയറി ചെല്ലുമ്പം സ്റ്റാഫ് അവരുടെ കുറ്റമായിരിക്കാം, നാളെ വരാൻ പറഞ്ഞു വിടും. നാളെ വരാൻ പറഞ്ഞ് നാളെ ചെയ്തു കൊടുക്കുന്ന അവർ മറന്നുപോയിരിക്കും. പിറ്റേ ദിവസം ഇവർ ഇതേപോലെ ചെല്ലുന്നു കഴിയുമ്പോൾ അയ്യോ ആയിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. പക്ഷെ ഒരു കൗൺസിലറെ സംബന്ധിച്ച് 1 മിനിറ്റ് മതി, നേരെ ചെന്ന് അതിങ്ങനെ ചെയ്തേക്കെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പോകാവുന്ന കാര്യമുള്ളൂ. അറിയാവുന്ന പഠിക്കുന്ന കൗൺസിലർക്കാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാർഡിൽ ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ 20 വർഷമായിട്ട് 10 പൈസ ഞാൻ ഓണറേറിയോ ആയിട്ടോ സിറ്റിംഗ് ഫീസ് ആയിട്ടോ നമ്മുടെ ചേട്ടൻ പറഞ്ഞു, ഞാനത് വാർഡ് സഭയിൽ വെച്ച് വിതരണം ചെയ്യുക. പലർക്കും അത് ആർക്കാ കിട്ടിയത് എനിക്ക് തോന്നുന്നത് 8000 രൂപയാണ് കൗൺസിലർക്ക് ശമ്പളം. 10,000-ന് മുകളിലുണ്ട്. 10,000-ന് മുകളിലുണ്ട് അല്ലേ ഇപ്പം. 2005 കയറുമ്പോൾ ആദ്യമേ കയറുമ്പോൾ 3500 നല്ല. പക്ഷെ അല്ല ഇപ്പൊ മൊത്തത്തിൽ ഏകദേശം കൂട്ടുമ്പോൾ ഒരു 10-20 ലക്ഷം രൂപ, 25-26 ലക്ഷം രൂപ വരുന്നുണ്ട്. പക്ഷെ അന്നത്തെ 1 രൂപ പോലും എടുത്തിട്ടില്ല. 1 രൂപ പോലും എടുത്തിട്ട് അതിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ പൈസ നമ്മൾ വാർഡ് സ്വന്തം പൈസ എന്നൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. പല റോഡുകൾ ടാർ ചെയ്യുന്നു, പല പ്രാവശ്യം ചെയ്തിട്ട് പോകുന്നുണ്ട്. കുടിവെള്ള പദ്ധതി, അതുപോലെ നമ്മുടെ എന്താ ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന സ്വന്തം. അതെ, എന്നുവെച്ചാൽ ഞാൻ നമുക്ക് അങ്ങനെ പൈസ ഉണ്ടായിട്ട് ചെയ്യുന്നല്ല കേട്ടോ. എന്നാ നാടൻ ഭാഷ പറയല്ലോ, പട്ടിയുടെ വേഷം കെട്ടിയെ കുറയ്ക്കണം. കൗൺസിലറാണെങ്കിൽ ഈ ഉത്തരവാദിത്തം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തണം. അതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ഇപ്പൊ എൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഇപ്പൊ പറയാൻ പറ്റുമോ പറയാനോളാം. ഞാൻ 2005 ചെല്ലുമ്പോൾ നമ്മുടെ വാർഡിലെ മോളുടെയൊക്കെ വാർഡിന്റെ പ്രദേശത്ത് കുറെ ഉയർന്ന പാലമ്പുരയുടെ എന്നൊക്കെ പറഞ്ഞ ആ വാർഡിൽ ഞാൻ പേര് പോലും, അവിടെ കുഴൽക്കിണർ കുത്തിയാൻ പോലും വെള്ളമില്ല. ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടുന്നു. ഞാൻ മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായി ഈ മുമ്പേ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ പദ്ധതിക്ക് അനുവാദം തന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് പദ്ധതിക്ക് അനുവാദം തന്നാൽ മതി, പൈസ വേണ്ട, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഞാനത് പൂർത്തീകരിച്ചോളാം. തന്നില്ല. അവസാനം ഈ പറയുന്ന പോലെ ചരിത്രപരമായ ഒരു സമരം ഞങ്ങൾ നടത്തി. ഈ 3 വാർഡിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഈ അവര് തന്നെ പോയി കുടം വാങ്ങിച്ച് കുടവുമായിട്ട് തലയിൽ കുടവും വെച്ചുകൊണ്ട് പാലാ ടൗണിനെ സ്തംഭിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കാൻ പറ്റാത്ത രീതി ആ സമരത്തിലൂടെ കുടിവെള്ള പദ്ധതി നേടിയെടുത്തു. ആ കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. 2 ലക്ഷം 3 ലക്ഷം രൂപ മോട്ടറിന് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഞങ്ങളൊരു വെളിയിൽ പറയാൻ പോലും പറ്റത്തില്ല, ചിട്ടി നടത്തിയാണ് ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. അതായത് 12,500 രൂപ ഓപ്പറേറ്റർക്ക് ശമ്പളം കൊടുക്കണം, 25,000-26,000 രൂപ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വരും. പിരിഞ്ഞു കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 20,000 രൂപയൊക്കെ ഉള്ളൂ. ബാക്കി 10-20,000 രൂപ ഉണ്ടാകും. ഓരോ മാസം ഞങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷേ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ ആരോടും 5 പൈസ വാങ്ങിച്ചിട്ടില്ല. ചാരിറ്റി ചെയ്ത് ഞങ്ങളുടെ വർഷത്തിലൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അതെ. അപ്പം ഞങ്ങളിത് കൊണ്ടു നടക്കുന്നത് ഒരു ചിട്ടി നടത്തിയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ആർക്കും അറിയത്തില്ല. ഇപ്പം ചോദിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പം ജനങ്ങളുമായിട്ട് ഇടപഴകിയാൽ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു. 2 മുദ്രാവാക്യം ഞങ്ങൾ മുമ്പോട്ട് അന്നും ഇന്നും വെക്കുന്നത്. പറയുന്ന കാര്യങ്ങളെ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാവൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. 1. 2ാമത് കൂടെ ഉണ്ടാവും കൂടപ്പുറപ്പായി. അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു. കൂടെ ഉണ്ടാവും കൂടപ്പുറപ്പായി, അതൊരു ഒന്നൊന്നര ആപ്തവാക്യമാണ്. ഞങ്ങളത് എതിരഭിപ്രായമുള്ളവർ പറയട്ടെ, ഞങ്ങളൊരു വിഷയത്തിന് കൂടെ ഇല്ലാതെ വരിക. നമ്മൾ ഇത്രയും കേട്ടപ്പോഴും ഈ 3500 നമ്പറിന്റെ അത് ഇത്രയും അല്ല, ചുമ്മാ ഒരാൾ എന്തായാലും 3 വാർഡ് ജയിക്കുകയാണ്. അതൊരു കോമൺ സെൻസ് അല്ലേ? അതൊരു ഇച്ചിരി ഒരു അല്പമെങ്കിലും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് അവബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു വ്യക്തിക്ക് 1 വാർഡ് ജയിക്കാം, അതും ജയിക്കാൻ കഷ്ടിയൊക്കെ ചിലപ്പോൾ ഒരു 50 വോട്ട് 30 വോട്ട് 40 വോട്ടൊക്കെ ജയിച്ചെന്നിരിക്കാം. ഒരുപാട് പേര് നമ്മുടെ ഇവിടെയൊക്കെ സ്വന്തമായിട്ട് ഒരുപാട് പേര് ജയിക്കുന്നുണ്ട്. MLA പോലും സ്വന്തമായിട്ട് ജയിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ 3 വാർഡ് അടുപ്പിച്ച് ഒരേപോലെ ജയിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുകയാണ്. അത് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ ജയം ഉറപ്പിച്ചാണ്. മോക്കൊക്കെ ചിലപ്പോൾ ടെൻഷൻ കാണും.